ഇപ്പോൾ കുംഭമാസമാണ്. കുംഭമാസത്തിലാണ് മുരിങ്ങ നട്ടുകൊടുക്കുന്നത്. നല്ല പോലെ ഇത് ഉണ്ടാവും. പൊതുവെ ചൂട് ഇഷ്ടപ്പെടുന്ന ഒരു സസ്യമാണ് ഈ ഒരു മുരിങ്ങ. അപ്പോൾ ഇതൊരു വെളുത്ത കാലം മുരിങ്ങയാണ്. ഇതിന് ഭയങ്കര സ്വാദാണ്. ഇറച്ചി മുരിങ്ങ എന്നാണ് ഇത് അറിയപ്പെടുന്നത് പാലക്കാട്. അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത് എന്ന് പരിചയപ്പെടുത്താം. കുറേ ഞാൻ വെക്കുന്നുണ്ട് ഈ കാലമായ. അപ്പോൾ ഇത് എല്ലാം ഉണ്ടായതും കാണിച്ചു തരാം. ഈ ഒരു കാലഘട്ടത്തിൽ മണ്ണെല്ലാം ഉറച്ചിരിക്കും. അതുകൊണ്ട് തന്നെ വെട്ടിയാൽ തട്ടില്ല. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഒരു കുടം വെള്ളം മുരിങ്ങ വെക്കേണ്ട സ്ഥലത്ത് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ എനിക്ക് കുഴിയെടുക്കാൻ സാധിച്ചു. ഈ കുഴിയിലേക്കാണ് ഞാൻ ഈ മുരിങ്ങാത്തറി വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ താഴ്ഭാഗം ഇങ്ങനെ ചെത്തി കൊടുക്കണം, സൈഡിൽ നിന്ന് ഇങ്ങനെ ചെത്തി കൊടുക്കണം, തലഭാഗവും ഇങ്ങനെ ചെത്തി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഈ കുഴിയിലേക്ക് നട്ടു കൊടുക്കണം. നല്ല ആഴത്തിൽ വേണം കുഴിയെടുക്കാൻ. ഇനി ഇത് നമുക്ക് ഉറപ്പിച്ച് കൊടുക്കാം. തറി ഇപ്പം താഴ്ത്തി കൊടുത്തിട്ടുണ്ട്. ഇത് വളയാതെ വേണം വെച്ചെടുക്കാൻ. ഇങ്ങനെ ഒരു വളവ് വന്നു കഴിഞ്ഞാൽ മുരിങ്ങ വളഞ്ഞു വളരും. ഇപ്പോൾ ഒരു പകുതിയോളം ഞാനിത് മൂടി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഈ ചുറ്റുഭാഗം നല്ലോണം ഇങ്ങനെ കാല് വെച്ച് അമർത്തി കൊടുക്കണം. ഇതുപോലെ വെച്ച് കൊടുത്ത ഒരു മുരിങ്ങയാണിത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇത് പച്ചക്കാലം മുരിങ്ങയാണ്. കാലിൻ്റെ കളറ് പച്ചയായിരിക്കും. നല്ല പോലെ ഉണ്ടായിട്ടുണ്ട്. നിറച്ച ഇലയുണ്ട്. ഇനി ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് ദിവസം വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ കുഴി മുഴുവനായും മൂടരുത്. ഇനി ഒരു ചിരട്ട വെച്ചത് കമഴ്ത്തി കൊടുക്കാം. വേനൽ മഴയൊക്കെ പെയ്യുമ്പോൾ വെള്ളം അതിൻ്റെ ഉള്ളിലൂടെ ഇറങ്ങാതിരിക്കാനാണ്. ഇനി ഇതിൻ്റെ ഇത് അവച്ച് വരുമ്പോൾ ബാക്കിയുള്ള മണ്ണും മൂടിക്കൊടുത്ത ശേഷം പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഇങ്ങനെയാണ് ഞാൻ മുരിങ്ങ കൃഷി ചെയ്യാറ്. ഇതിലിപ്പോൾ നിറച്ച് പൂവുണ്ട്. 3 വർഷം മുമ്പ് വച്ചു കൊടുത്തതാണ് ഇത്. രണ്ടാമത്തെ തറിയും ഞാനിപ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വെളിച്ചമുള്ള സ്ഥലത്ത് വേണം മുരിങ്ങ നട്ടു കൊടുക്കാൻ. ഇങ്ങനെ പടർന്നു നിൽക്കാനുള്ള ഒരു സ്ഥലം കണ്ടെത്തണം. മാത്രമല്ല മുകളിൽ ഇലക്ട്രിക് ലൈനുകളൊക്കെ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. പെട്ടെന്ന് വളരുന്നതുകൊണ്ട് അതിനൊരു തടസ്സമാവാനും പാടുകയില്ല. ഇത് അട്ടപ്പാടിയിൽ നിന്നും കിട്ടിയ കുറച്ച് അമരവിത്താണ്. ഇതും കൂടി ഞാൻ മണ്ണൊക്കെ കളച്ച് കുഴിച്ചിടുകയാണ്. വേനൽക്കാലത്തൊന്നും നമുക്ക് വേണ്ടത്ര പച്ചക്കറി കടകളിൽ ഉണ്ടാവുകയില്ല. മാത്രമല്ല നല്ല വില കൊടുത്ത് വാങ്ങുകയും വേണ്ടി വരും. അപ്പം നമ്മളിങ്ങനെ കുറച്ചൊക്കെ വീടുകളിൽ ഉണ്ടാക്കുന്നത് നല്ലതാണ്. നല്ല ഫ്രഷായ പച്ചക്കറി നമുക്ക് കഴിക്കുകയും ചെയ്യാം. ആരോഗ്യത്തിന് നല്ലതുമാണ്. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒന്ന് മൂടിക്കൊടുക്കാം. ഒന്ന് വെള്ളം തളിച്ചു കൊടുക്കാം. ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ മുളച്ച് പൊന്തി വരും. ഈ കട്ടകളൊക്കെ പെറുക്കി കളയണം. ഇതാണ് ഈ ആഴ്ചത്തെ എൻ്റെ കൃഷി. കുറച്ച് വെള്ളം കൂടി തെളിച്ച് കൊടുക്കാം. കുറ്റിയമര വേഗം കായ്ക്കും അത്രേ. ഇത് കായ്ച്ച് വരുമ്പോൾ ഇതിൻ്റെ വീഡിയോ ചെയ്യുന്നതാണ്. അടുത്ത് തന്നെ കുറച്ച് സുന്ദരി ചീര നട്ടു കൊടുത്തിട്ടുണ്ട്. ഇവളുടെ കാലിന് റോസ് നിറമാണ്. നല്ല ഭംഗിയാണ്. എനിക്ക് ചെറിയമ്മ തന്നതാണ്. ഇതും കൂടി ഈ കുംഭമാസത്തിലാണ് ഞാൻ ചെയ്യുന്നത്.